ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛനോട് സച്ചി പരാതിയായിട്ട് പറയുന്നു, അച്ഛാ ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുന്നു, മുത്തശ്ശിയാണെങ്കിൽ എന്നെ ഒരിക്കലേക്ക് വിടുന്നില്ല, അവളെ കൂടെ തന്നെ ഇരിക്കുന്നു പറയുന്നത്. അച്ഛൻ എന്നെ കാണാണ്ട് സുഖമില്ലേ, ഞാൻ പെട്ടെന്ന് എന്നെ നാട്ടിലേക്ക് വരട്ടെ അച്ഛാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട, രേവതിരെ കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്, അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നാ മതി. ഞാൻ നിന്നെ വിളിച്ചത് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഞാനൊരാളുടെ ഫോട്ടോ ഇട്ടുതരാം, ഇന്നൊരു രസം ഉണ്ടായി, ഞാനൊരാളുടെ ഫോട്ടോ ഇട്ടുതരാം, നീ അത് ആരെന്ന് പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ശരി ഇടാൻ പറയുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആരെന്ന് മനസ്സിലാവണില്ല സച്ചിക്ക്. ഒരുപാട് ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ അമ്മയുടെ മുഖച്ചായുള്ള അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ, അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണോ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ പോടാ, ഒരാളെ തന്നെ കെട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ രണ്ടാമത്തെ ഭാര്യ, അത് നിന്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തീ പറയണേന്ന് ചോദിച്ചപ്പോൾ അതേടാ, ഇന്ന് സുധീര പറഞ്ഞ പെണ്ണിന്റെ കട ഉദ്ഘാടനമാണ്, ബ്യൂട്ടി പാർലറാണ്, നിന്റെ അമ്മേനെ ഉദ്ഘാടക, നിന്റെ അമ്മയുടെ പേരിന് കടക്ക് ഇട്ടേക്കണത്, നിന്റെ അമ്മനെ അവർ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ സുധി 50 ലക്ഷം കൊണ്ട് മുങ്ങിയ പോലെ തന്നെ ഈ പെണ്ണിന് അമ്മ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അതിനൊന്നും വഴിയില്ലടാ, എവിടെ നിന്ന് എടുത്ത് കൊടുക്കണേന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ. എന്തായാലും നീ കണ്ടില്ലേ, നിന്റെ അമ്മനെ കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വെച്ചപ്പോൾ ഇല്ല അച്ഛാ, വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവർക്ക് നാണാവില്ലേ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കാന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. എന്തായാലും ആ പെണ്ണ് നല്ല പെൺകുട്ടിയാടാ, നല്ല ഐശ്വര്യമുണ്ട്, മാത്രമല്ല നല്ലൊരു ബഹുമാനമൊക്കെ സംസാരത്തിലേക്ക് ഉണ്ട്, എന്തായാലും നിന്റെ അമ്മ കണ്ടുപിടിച്ചതായത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശിയുടെ വീട്ടിലെ ആ മറ്റേ മുത്തശ്ശിയും കൂടി സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ രേവതി ആണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചി ഫോൺ എടുത്തിട്ട്, മുത്തശ്ശി ഞാൻ ഒരാളെ കാണിച്ചാൽ ഇത് ആരാണെന്ന് പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇനി മനസ്സിലാവുന്നില്ല, ഏതോ സിനിമ നടിയെന്ന് മനസ്സിലായി. എടാ മോനെ, മുത്തശ്ശി സിനിമ കണ്ടിട്ട് ഒരുപാട് നാളുകളായി, ആരൊന്നും അറിയണില്ല, മോൻ പറഞ്ഞായെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞില്ല. അതിനുശേഷം മറ്റേ ആ ജോലി ചെയ്യുന്ന സഹായിയായ മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് അല്ലാണ്ട് എന്നെ നേരിട്ട് ഒരാളെ കണ്ടാ കണ്ണ് കാണില്ല, പിന്നല്ലേ ഇപ്പൊ ഇത് മനസ്സിലാവണേ, എന്നാ ശരി രേവതി നീ പറയുന്നു രേവതിയെ കൊടുക്കുമ്പോൾ രേവതിക്ക് ഇങ്ങനെ സംശയമുണ്ട്, ഇത് നമ്മുടെ അമ്മേരെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ അമ്മനെ പോലെയാണ് എന്ന് പറഞ്ഞു. നല്ലോണം നോക്ക് എന്ന് പറഞ്ഞു, നിനക്ക് നല്ല സാമർത്ഥ്യമുള്ള അല്ലേ, ഏതിനും വേഗം മറുപടി പറയോല, നീ അതൊന്നും നോക്ക് എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ ഒന്നും കൂടെ നോക്കുന്നു സൂക്ഷിച്ച്. മൊബൈൽ സൂം ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ചന്ദ്ര തന്നെ, ഇത് അമ്മയാണല്ലോ, അമ്മയുള്ളത് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മേനെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻഡ് തന്നെ, നീ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ രേവതി ഷെയ്ക്കൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആര്, ചന്ദ്രയൊന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു. അതെ മുത്തശ്ശി, ഇത് അമ്മ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇവൾക്ക് എന്താ വല്ല പ്രാന്തായ, കാശ് പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എത്ര 10,000 രൂപ വേണ്ടി വരുന്നു രേവതിയും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് സുധിക്ക് കല്യാണം ആലോചിച്ച പെണ്ണ് കട ഉദ്ഘാടനമായിരുന്നു, അമ്മയുടെ പേരിലാണ് കട തുടങ്ങിയിരിക്കുന്നത്, അമ്മനെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആക്കി എടുത്താണെന്നൊക്കെ പറയുമ്പോൾ നിന്റെ അമ്മയ്ക്ക് നാണമില്ല ഈ പ്രായത്തിൽ മേക്കപ്പ് ചെയ്ത് നടക്കാൻ. രേവതിനെ നോക്കിയേ, ഒരു മേക്കപ്പ് ചെയ്യാണ്ട് അവൾ കാണാൻ നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ലേ, അങ്ങനെ ആ ജോലിക്കാരിയോട് പറയുന്നത് ആരെ വേണമെങ്കിലും ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ നയൻതാരനെ പോലെ ആക്കോടാ സച്ചിമോനെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ നയൻതാരനെ പോലെ ആക്കാൻ പറ്റൂല, നയൻതാരനെ അമ്മച്ചിയുടെ പോലെ ആക്കാന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്ന അത് പിന്നെ പറയുന്നതൊന്നും നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാരണം നല്ല പെണ്ണെന്ന് അച്ഛൻ പറഞ്ഞ് നല്ല ഐശ്വര്യമുണ്ട്, നല്ല അടക്കൊതുക്കം ഉണ്ട്, പിന്നെ അപ്പൊ അതെയോ, എന്നിട്ട് പിന്നെ ഇവനെ തന്നെ കെട്ടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പൊ രേവതി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മലേഷ്യയിൽ ഒരുപാട് ഹോട്ടൽ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട്, വലിയ കഴിവുള്ള ആളാണ്, വെറുതെ അല്ല നിന്റെ അമ്മ ചാടി വീണതെന്ന് സച്ചിനോട് മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്തായാലും മീനയ്ക്കപ്പ ആ പെണ്ണിനെ പുകഴ്ത്തി പറഞ്ഞത് ഒരുപാട് ദേഷ്യമുണ്ട്. മീന പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, പക്ഷെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എന്നെ ഒരു വേലക്കാരിയാക്കി, ഞാൻ ജോലിക്കാരി എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി സാമർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു സച്ചി പറഞ്ഞപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, വേറൊരു കാര്യം ഉണ്ട് മുത്തശ്ശി, ഇവളുടെ മുന്നിൽ അവളൊന്നും ആവില്ല, കാരണം രേവതിക്ക് കണ്ണ് കെട്ടി പൂ കെട്ടാനറിയാം, ആ പെണ്ണിന് എന്തായാലും കണ്ണു മൂടി കെട്ടി ബ്യൂട്ടി പാർലറിലോ ഒരു മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രേവതിക്ക് ഒരു സന്തോഷമാവുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര ചിരിയൊക്കെ. പിന്നീട് കാണിക്കുന്നത് സുധീർ ഓഫീസിൽ അർജന്റായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ ഓഫീസ് നഷ്ടത്തിലാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പുറത്തിരിക്കുന്ന ഒരാളാ മാനേജർ പോലെ തോന്നുന്നത്, ആരാണ് എന്താണെന്ന് പോലെ അറിയാണ്ട് അയാൾ ഒരുപാട് അപമാനിക്കും, വർത്താനം പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ആ മാഡം അവിടെ നിന്നിരുന്ന സ്റ്റാഫിനോട് എന്തോ രഹസ്യമായി പറയുന്നുണ്ട്. പിന്നീട് ഒരു കവർ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ സസ്പെൻഷൻ ആയിരുന്നു, ഇനി നിങ്ങൾ ജോലിക്ക് വരണ്ടെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ സുധി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു ജോലിക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ന്യായമായ കാര്യങ്ങളല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇത് പഴയ മാനേജരും ഈ മാഡവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, പോടാ, അതാ അവരുടെ ഭർത്താവാണ്, എം ഡിയുടെ ഭർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത നീ പിന്നെ എങ്ങനെ ഈ ജോലിക്ക് വരാം? ഈ ചേട്ടാ ആകെ പ്രശ്നമാവൂല, എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു, കല്യാണത്തിന് മുന്നേ ജോലി പോയാൽ അത് പ്രശ്നമാവില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മാപ്പ് പറയണമെന്ന് ചോദിക്കുമ്പോൾ, ഇനിയൊരു രക്ഷയില്ല, നീ പോയിക്കോ, ഇനി നിനക്ക് എന്തായാലും ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറയുമ്പോൾ, അങ്ങനെ നമ്മുടെ സുധി നിരാശയോടെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനാണ്. ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ അവിടെ ചന്ദ്രനെ കാണില്ല. നോക്കിയപ്പോൾ അങ്ങനെ ബാക്ക് തിരിഞ്ഞൊരു പ്രേതത്തിനെ പോലെ ഒരു പെണ്ണ് ഇരിക്കുന്നു. അയാൾ അലറി വിളിക്കുന്നുണ്ട്, അയ്യോ അയ്യോ ആരാണ്, പ്രേതാണെന്നൊക്കെ പറഞ്ഞ് കണ്ണാട വെച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് നോക്കുമ്പോൾ ചന്ദ്രൻ, നീ എന്താ ഉറങ്ങാണ്ടിരിക്കുന്നത്, ഈ പാതിരയ്ക്ക് നിനക്ക് ഉറക്കമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ തോന്നില്ല, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് ഒക്കെ പോകില്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രുതിമോൾ ഒരുക്കി തന്നതല്ലേ, എനിക്ക് അങ്ങനെയൊന്നും കിടന്ന് ഈ മേക്കപ്പ് കളയാൻ തോന്നുന്നില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാന്ന് പറയുന്നു. അങ്ങനെ രവീന്ദ്രൻ്റെ അവിടെ കയറി ഇരിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങണ്ടേ അപ്പൊ എന്ന് വെച്ചപ്പോൾ, പിന്നെ ഉറങ്ങിയിട്ട് നേരം പോലത്തിട്ട് നിങ്ങൾക്ക് എവിടേക്ക് പോകാനാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, റിട്ടയർഡ് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ കുത്തിയിരുന്ന പതുക്കനെ എഴുന്നേറ്റാൽ മതി എന്ന് പറയുന്നു. ഞാൻ പറയുന്നൊക്കെ കേൾക്കണം. അങ്ങനെ സുധീര കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വലിയ ആഘോഷത്തിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് അതൊന്നും നടക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നാളെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാന്ന് പറയുന്നു. എന്തിന്, നിങ്ങളുടെ അമ്മനത്തേക്ക് ഞാൻ ഇറങ്ങി വരില്ല, ഈ ചന്ദ്രനെ അതിന് കിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചായ വെച്ചുതരാന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ നമ്മുടെ ചന്ദ്ര അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. ഞാനൊരു കോഫി വെച്ച് വരാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങളുടെ അമ്മനെ കാണാൻ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ സാമർത്ഥ്യമാണ്, അവര് വായോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് ക്ഷമിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോരാൻ ഉദ്ദേശിക്കില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര അതും പറഞ്ഞ് അടുക്കളയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ രവി ആകെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.